മഴയായി കഴിഞ്ഞാൽ പിന്നെ ദേ ഈ കോട്ടില്ലാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾ 2 ഹെൽമെറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഉള്ള ഹെൽമെറ്റൊക്കെ ഫെയ്ഡായിട്ട് ആകെ കുളമായി ഗൈസ്. അപ്പോൾ എനിക്കിത് ഈ ഒരു ഹെൽമെറ്റ് ഇഷ്ടപ്പെട്ടു, ഞാൻ അതങ്ങ് എടുത്തു. പിന്നെ അമ്മയ്ക്കും കൂടെ ഒരു ഹെൽമെറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹെൽമെറ്റാണ് അമ്മയ്ക്ക് മേടിച്ചത്. പിന്നെ നമ്മളിത് ഇവിടെ മുക്കത്തുള്ള ഒരു ബിരിയാണി ഷോപ്പിലേക്ക് വന്നതാണ്. ഇവിടെ നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല ബിരിയാണി കിട്ടും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി പാഴ്സൽ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. വിഷ്ണുവേട്ടൻ എന്നെ റോഡിൽ ഇറക്കി വിട്ടിട്ട് ഷോപ്പിലോട്ട് പോയതാണ്. അപ്പോൾ ഞാൻ എന്തേ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ബിരിയാണി അൺബോക്സിങ് വീഡിയോ ആണ് ഗൈസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. 60 രൂപയുള്ളൂ ഈ ബിരിയാണിക്ക്. നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരൊറ്റ പീസ് ഇതിൽ വരുന്നല്ലോ കേട്ടോ. ടേസ്റ്റിന്റെ കാര്യമൊക്കെ സൂപ്പറാണ്. 60 രൂപയ്ക്കൊക്കെ കിട്ടുള്ളൂ. പക്ഷേ കോഴിക്കോടത്തെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി സ്പോട്ടിൽ ചെന്നിട്ട് 150 രൂപ കൊണ്ടാണ് ബിരിയാണിക്ക്. എന്നിട്ട് തന്നെ എനിക്ക് ഫുൾ എല്ലാവരും ചെയ്യും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല ലാഭമാണല്ലേ. വರ್ತല്ലേ? എനിക്കല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ ഹോട്ടലുകളിൽ പോയിട്ട് ഫുഡ് കഴിക്കാനെക്കാട്ടും ഇങ്ങനത്തെ ചെറിയ ഹോട്ടലുകളിൽ നിന്ന് ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഇത് വിഷ്ണുവിന് മേടിച്ച കാട ബിരിയാണിയാണ്. ഫസ്റ്റ് തന്നെ കുറച്ച് പീസ് കുറച്ച് തോന്നിച്ചത്. ഇതിന്റെ ചിക്കൻ വേറൊരു ടേസ്റ്റ്. ഇത് കാടല്ലേ? ചിക്കൻ വേറെ മസാല വേറെ. ചിക്കൻ അല്ല, കാട. ചിക്കൻ അല്ലേ? അല്ല, കാട വേറെ അല്ലേ? കോയിന്റെ പേരിൽ വേറെ സാധനല്ലേ? വേണ്ട, അത് വേറെ ജീവിയാ. അപ്പം നമ്മളത് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.